എടാ ഇതൊന്നും വലിയ ആനക്കാരിയൊന്നും അല്ല, ഇതെല്ലാം നിങ്ങൾക്കും നടക്കും. ഇത് കൂലിപ്പണിക്കാരൻ്റെ മക്കൾക്ക് ഇതൊന്നും നടക്കില്ല. കൂലിപ്പണിക്കാരൻ്റെ മക്കൾ ഇതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും തന്നെ ഗവൺമെൻറ് സ്കൂളിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ പഠിക്കണം എന്നില്ല അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ച് കഴിഞ്ഞാലും പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഇന്നലെ നമ്മൾ കണ്ടതാണ് 57ാമത്തെ റാങ്ക് വാങ്ങിച്ച ആ ഒരു സഹോദരി. അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അതുപോലെ തന്നെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇത് നമുക്ക് സാധിക്കും. എല്ലാ കൂലിപ്പണിക്കാരും ഇത് സാധിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്നറിയാം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. പണിയെടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്തും തള്ളും കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കും. പോയിട്ട് അവിടുന്ന് ഈ ഉന്തും തള്ളും കണ്ട് കുടിക്കാൻ വരുന്നിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സാധനം വാങ്ങിക്കും. ആ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ നേടിയും കുടിക്കാൻ പറ്റൂല. ഇതുപോലെയുള്ള ഏതെങ്കിലും കാട്ടിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിച്ചിട്ട് ഈ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടോ നോക്കിയിട്ട് എത്ര ആളെ പേടിക്കണം, നമ്മളെ പൈസയാണേ. ഇതും പേണിച്ച് കുടിച്ചിട്ട് ആ സാധനം കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ പൈസ വെച്ചും കളയുന്നത്. അതില്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റുവാർന്നേ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്, അയ്യോ എൻ്റെ മക്കൾക്ക് ഗവൺമെൻറ് സ്കൂളാണ് പഠിക്കാൻ ചാൻസ് കിട്ടിയത്, അയ്യോ എൻ്റെ മക്കൾക്ക് പ്രൈവറ്റ് സ്കൂൾ, അതൊന്നുമില്ല. ഇവിടെ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധ്യാപകരും നല്ല മാഷന്മാരും ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പം നല്ല ക്ലാസ് റൂമും നല്ല അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്താണെന്നറിയാം, വേറെ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചാലും മാത്രമേ മക്കൾ വിജയിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ പഠിച്ചാലും മാത്രമേ മക്കൾ ഇതാവുള്ളൂ എന്നാണ് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. ഒരു ഇതുമല്ല, നമുക്ക് അനുഭവം വേണമെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലല്ല ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണം. എല്ലാ അനുഭവവും അവിടെ കിട്ടും. അതായത് ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പണക്കാരനുണ്ടാവും, പാവപ്പെട്ടവനുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എല്ലാം കുറച്ച് പൈസയുള്ളവരായിരിക്കും. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനുണ്ടാകും, അതിൽ ചെറിയവനും ഉണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും വരുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഓരോ വിദ്യാർത്ഥികൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. നമ്മൾ കാണിക്കുന്ന അഹങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോഴും മറ്റുള്ളവൻ അവിടെ കാണുമ്പോൾ ഇത് അവൻ ഇങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇങ്ങനെയാണ് വരുന്നത്, അവനവിടെ നല്ലൊരു അനുഭവമാണ് കിട്ടുന്നത്. അല്ലാതെ നിങ്ങളെല്ലാവരും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാണ് അല്ലെങ്കിൽ കൂലിപ്പണിക്കാരൻ്റെ മക്കളാണ് എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരെയും പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു കൂലിപ്പണിക്കാരൻ നന്നാകാത്തത് എന്തുകൊണ്ടാണ്, അവൻ 24 മണിക്കൂറും പണിയെടുത്തിട്ട് പോയിട്ട് മറ്റേ സാധനമല്ലേ വീണിച്ചടിക്കുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ ഇവന് കിതപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, പണിയൊന്നും എടുക്കാനും കഴിയില്ല. എല്ലാം അതല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്നും പറയാറുണ്ട്. നിങ്ങൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോരം വണ്ടികളും എന്തോരം ആൾക്കാരാ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്താഴപ്പണിക്കാരാണ്. അവർ രാവിലെ മുതൽ 8 മണി വരെ എന്ന് പറഞ്ഞാൽ 5 മണി വരെ പണിയെടുക്കുന്നത് എന്താണെന്നറിയാം, ഈ കുപ്പിയും മുന്നിൽ കണ്ടിട്ടാണ് പണിയെടുക്കുന്നത്. 5 മണി എന്ന് പറയുമ്പോൾ കയറി ഓടൂലേ, കയറിയിട്ട് നേരെ ഓടുന്ന അങ്ങോട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അടുത്ത് കുറച്ച് സാധനം ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക, അതാണ് പരിപാടി. പക്ഷെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ടൈം വെക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വരുമാനം അതിന് നീക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ അടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അടിക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നല്ല വികസനം നടക്കുള്ളൂ. അത്രയും നല്ല ബിസിനസ്സാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് ഒരാളെയും ഞാൻ അടിക്കണ്ടെന്ന് പറയില്ല, അടിച്ചോ. പക്ഷെ ഒരു കാര്യം ചെയ്യാം, എന്താ വെച്ചാൽ വീട്ടിൽ പഠിക്കാനുള്ള പിള്ളേരുണ്ടെങ്കിൽ അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് വേണമോ ഇത് ചെയ്യാൻ. അപ്പോഴാണ് നമ്മളെ നാട് നന്നാകുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യം വരുമ്പോൾ ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്കൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊന്നും അത് സ്വപ്നം കാണാൻ കഴിയില്ല, എൻ്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ 18 ആകണം എങ്ങനെയെങ്കിലും, എന്നിട്ട് ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് ഏൽപ്പിക്കണം, അത് എന്നെപ്പോലെ തന്നെ 2 അടിക്കേണ്ടവരാണെങ്കിൽ നല്ലതായി അങ്ങനെ പറയുന്ന അന്തവാറുണ്ട്. അതായത് 2 എന്നെപ്പോലെ അടിക്കുന്നതാണെങ്കിൽ വൈകുന്നേരം ഓനും കൊണ്ടുവരുമല്ലോ, അല്ലെ ആകാത്ത കാലത്ത് എന്ന് പറയുന്ന ഓൻ കൊണ്ട് വന്നു കഴിഞ്ഞാൽ 2 പേർക്ക് എനിക്ക് തരുമല്ലോ. അങ്ങനെ വിചാരിക്കുന്നത് അന്തമാർ വരെ നമ്മളുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ എന്താ പറയേണ്ടത്, കൂലിപ്പണിക്കാരൻ്റെ മക്കളാണ് അതുകൊണ്ട് പഠിക്കാൻ പാടില്ല, പഠിക്കാൻ നിയമമില്ല എന്നൊന്നും വിചാരിക്കരുത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പഠിക്കാനുള്ള ബുദ്ധിയുണ്ട്. പക്ഷെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ടും അവർക്ക് പഠിക്കാനില്ല, വകുപ്പില്ലടാ, നീയൊന്നും അതിന് പോകേണ്ടടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസ് ഇങ്ങനെയുള്ള പരീക്ഷകൾ വലിയ വലിയ ആൾക്കാർക്ക് മാത്രമാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഊട്ടിയിൽ പഠിക്കുന്നവർ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സ്കൂളിൽ പഠിക്കുന്നവർ, അവരൊക്കെയാണ് ഈ ഒരു പരിപാടിക്ക് പോകാറ്. ഇപ്പോഴും എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയവരുമാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്ന പോലെ ഇംഗ്ലീഷ് കുറച്ച് വഴങ്ങത്തില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇംഗ്ലീഷാണ്, എല്ലാ സ്ഥലത്തും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഗവൺമെൻറ് സ്കൂൾ മറ്റേത് എന്നെല്ലാം പറഞ്ഞ് ആഘോഷിക്കുന്നതിന് പകരം നിങ്ങൾക്കും കൂടി ഇത് സാധിക്കും, നിങ്ങളും കൂടി ഇത് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ആ കുട്ടിക്കൊരു സഹതാപം വേണ്ട.
ആ കുട്ടിക്ക് ഒരാളെ പോലും സഹതാപം വേണ്ട. നിങ്ങൾ അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ഗൾഫ് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൈസ കൊടുക്കത്തില്ലേ? അതെന്തിനാ? ഒരു സന്തോഷം. അതുപോലെ തന്നെയാണ് അവർ ഒരുപാട് ആൾക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നപ്പോഴെന്താ അവിടെ ഒരു വലിയ എന്താ പറയുക സംഭവം ഉണ്ടായി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, കുറച്ച് നാൾ മുമ്പ് പിന്നെ ഇവിടെ ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഇതുപോലെ ഒരു യുവതി ഉണ്ടായിരുന്നു. അവർ കളക്ടറായി. അവർ പിന്നെ കോഴിക്കോട് കളക്ടറായിട്ട് ചുമതലയേറ്റിന്. അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് ഒരു ദിവസം അവരെ വീട്ടിൽ പോയി. അതായത് അവർ പഠിച്ചു വന്നില്ല. അപ്പോഴേ ആ പഠിച്ചു വന്നതിന് മുമ്പ് അവിടെ വീട്ടിൽ പോയിട്ട് അവരോട് ചോദിക്കുന്നത് എന്താ വേണ്ടതെന്ന്. അപ്പോൾ അവർ പറയുന്നത് എന്താ അറിയാം, എൻ്റെ മകൾ വന്നു കഴിഞ്ഞാൽ കിടക്കാനൊരു കട്ടിലും ഒരു അലമാരി, അതാന്ന് ചോദിച്ചത്. അപ്പം അത്രത്തോളം അതുപോലും ഇല്ലാതെ ആ വീട്ടിൽ നിന്നാണ് ആ കുട്ടി ഇതായത്. അതാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? പക്ഷെ നമ്മളൊക്കെ എന്താണ്, എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകണം. എങ്ങനെയെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ രണ്ടെണ്ണം അടിക്കണം. ഇനി കുറച്ച് പോയിട്ട് ചിലപ്പോൾ ഭാര്യേനെ 2 തെറി പറയണം. ഇനി കുനിച്ചു നിർത്തി 2 കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. അതായത് നമ്മൾ തന്നെ ചില ആൾക്കാർ നമ്മൾ കൂലിപ്പണിക്കാരനാണ് ഇങ്ങനെയാണ് എന്നുള്ള ധാരണ കൊണ്ട് നമ്മളെ വില നമ്മൾ തന്നെ കളയുകയാണ്. മറ്റുള്ളവർ പരിഹസിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളെ നോക്കിയിട്ട് മറ്റുള്ളവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെക്കാട്ടി അടിക്കുന്നവനായിരിക്കും അവൻ. പക്ഷെ അവനെന്ത് ചെയ്യുന്ന അറിയത് സ്വകാര്യമായിട്ട് അടിക്കുന്നു. അവൻ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവനിങ്ങനെ 2 അടിച്ചിട്ട് മല്യങ്ങ് പോകുന്നു. നിങ്ങളതല്ല, നിങ്ങളിത് അടിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ച് എല്ലാവരെയും തെറിയും പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്താ വേണ്ടത്, അവിടെയും വീണ് ഇവിടെയും വീണ് ആൾക്കാരെ കൊണ്ട് പറയിച്ച് നിങ്ങളെ മക്കൾക്ക് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിൽ ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു ആ കുട്ടി എങ്ങനെയാണ് പഠിക്കുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പണിയെടുത്തോ 2 അടിച്ചോ ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ എന്താണ്, അത് വീട്ടിൽ കൊണ്ടുപോകരുത്. നിങ്ങൾ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ മനസമാധാനം തകർക്കാൻ പാടില്ല. ഇവിടെ പല ആൾക്കാരെന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴേ 2 അടിച്ചു പോയിട്ട് പിന്നീട് മനസമാധാനം തകർക്കല. അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിലെടുത്ത് വെളിയിൽ ചാടൽ, അങ്ങനെയുള്ള എന്തെല്ലാം കലാപരിപാടികളാണെന്ന് ചില ആൾക്കാർക്ക് എന്നറിയാം. അതായത് ഞാനീ പറയുന്ന കൂലിപ്പണിക്കാരെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് കലാപരിപാടികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അടച്ചാക്ഷേപിക്കുന്നതൊന്നല്ല, ഇത് കൃത്യമായിട്ട് പറയുന്നതാണ്. അല്ലാതെ ആക്ഷേപിക്കാനൊന്നും ഞാൻ വന്നിട്ടില്ല. ഉള്ള കാര്യമാണ് പറയുന്നത്, കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതൊന്നല്ല എല്ലാവരും അതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആകെ ഇവർ കൊണ്ടുപോകുന്ന എന്താ അറിയുക, ഇപ്പം പണ്ട് ഭരത് ഗോപിയുള്ള കാലം മുതൽ തുടങ്ങിയതാ. കുടിച്ചിട്ട് പോകുമ്പോൾ പരിപ്പാട് എന്തിനാണെന്ന് എനിക്കിനിയും മനസ്സിലായില്ല. അതായത് ഈ ഹോട്ടലിൽ നിൽക്കുന്ന 9:30 മണിയാകുമ്പോഴേക്ക് ചത്ത് തൊലഞ്ഞ പരിപ്പാടി ഉണ്ടാവും. അതായത് ഉറങ്ങി പണ്ടാരടങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും പരിപ്പാട. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പഴംപൊരി ഉണ്ടാവും. എന്നിട്ട് ആ കടക്കാരൻ തട്ടി ഉണർത്തിയിട്ടാ എണീക്കടാ, ആ ഭാസ്കരേട്ടനാ, അതെ അപ്പം എനിക്ക് 2 പരിപ്പാടോടാ എന്ന് പറയാറുണ്ട്. അങ്ങനെ 2 പരിപ്പാടിയും വാങ്ങിച്ചിട്ട് എല്ലാ കള്ളുകൂടിയന്മാരും ഇതാന്ന് വൈകുന്നേരം ആകുമ്പോൾ 2 പരിപ്പാട കയ്യിലുണ്ടാവും. എന്നിട്ട് കുട്ടിയെ കൊണ്ട് കൊടുക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഭരത് ഗോപിൻ്റെ സിനിമ പോലും തുടങ്ങിയതാണ്. ഭരത് ഗോപിയും പണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു മാറ്റം വേണടോ, ഒരു മാറ്റം വേണം. എന്തിനാ ഇങ്ങനെ രാവിലെ മുതൽ പണിയെടുത്തിട്ട് ഇങ്ങനെ കുടിക്കുന്നത്? ഒരു ദിവസം ലീവ് എടുത്തിട്ട് അർമാദിക്ക്, അതാണ് വേണ്ടത്. കിലുക്കത്തിൽ ജഗതി പറയുന്ന വെൽക്കം ഡ്യൂട്ടി എന്താ പറയുന്നത്, എന്തോ ഒരു മീറ്റ് പറയുന്നില്ലേ, അതേപോലെയാണ്. നന്ദി നമസ്കാരം. ആരെങ്കിലും നന്നാകുന്നുണ്ടെങ്കിൽ നന്നാകട്ടെ. ഇവിടെ ആയിരുന്നു.